أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. نعم. عن أبي حمزة أنس بن مالك رضي الله عنه خادم رسول الله صلى الله عليه وسلم قال: لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. رواه البخاري ومسلم. ഏറ്റവും പ്രബല ഗ്രന്ഥങ്ങളായ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മഹത്തായ ഒരു ഹദീസാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു 13-ാമതായി കൊണ്ടുവന്നത്. ഈ ഹദീസിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്ന്, ആദാബുൽ ഖൈറിനെ ഒരുമിച്ച് കൂട്ടുന്ന 4 ഹദീസ് എന്ന് സവിശേഷതയുള്ള ഹദീസുകളിൽപ്പെട്ട ഒന്നാണ് ഇത്. ഒന്ന്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അദബാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു നല്ല മുസ്ലിമിന്റെ അടയാളം അവന് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടൂല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ അതിൽ നിന്ന് മാറി നിൽക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വസിയ്യത്താണ് ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത് എന്ന് പറയുന്ന ഹദീസ്. അത് ദേഷ്യം പിടിക്കാൻ പാടില്ലാത്ത ഒരുപാട് 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 സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ ബാധകമാണ് ആ ഒരു ചെറിയ വചനം ലാ തഗ്ളബ്. അതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഈ ഹദീസ്. അപ്പോൾ ഇതിലെ ഒരു ഹദീസ് കഴിഞ്ഞു പോയി, ഒരു ഹദീസ് ഇപ്പോൾ വന്നു. നല്ല മര്യാദ പഠിപ്പിക്കുന്ന, ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ സഹായിക്കുന്ന 4 ഹദീസുകളും, ഈ പറഞ്ഞ 4 ഹദീസുകളും ഈ അൽ-അർബഈന, കിതാബുൽ അർബഈനയിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് തന്നെ ആ ഹദീസിൻ്റെ മഹത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ബുഖാരിയും മുസ്ലിമും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഒരു ശക്തിയും നമുക്ക് പ്രത്യേകം മനസ്സിലാവും. മഹാനരായ സയ്യിദുന അനസ് ബിൻ മാലിക് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസിൻ്റെ നിവേദനത്തിൽ തന്നെ ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ ഒരു ബഹുമാനമായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചാരകനായിരുന്നു, അവിടുത്തെ ഖാദിമായിരുന്നു എന്നാണ്. 10 കൊല്ലം തികച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനവറുകൾ അവിടുത്തെ ഉമ്മയിൽ നിന്ന് അൽ ഉമൈസ എന്ന്
റുമൈസ്വാ എന്നാണെന്നും അഭിപ്രായമുണ്ട്. പിന്നെ ഏതായാലും അവരിൽ നിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചക പ്രേമത്തിൻ്റെ മധു നുകർന്നിട്ടുണ്ട്. മക്കയോട് വിട പറഞ്ഞ് മദീനയിലേക്ക് വരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരിക്കുന്ന ആളുകളിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന കാത്തിരിപ്പിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവരുടെ ആഗ്രഹ സഫലീകരണമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഹിജ്റ വന്നപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കഴിവിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചു. മുഹാജിരീങ്ങളാകുന്ന സ്വഹാബികളെ സഹായിച്ചു. അപ്പോഴാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ലം യബ്ഖ റജുലുൻ വല ഇംറഅത്തുൻ മിനൽ അൻസാരി ഇല്ലാ വഖദ് അത്ഹഫക ബിതുഹ്ഫ വഇന്നി ലാ അജിദു മാ ഉത്ഹിഫുക ബിഹി ഗൈറ ഇബ്നി ഹാദാ. നബിയെ, എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങേക്ക് പല കാണിക്കയും ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ അങ്ങേക്ക് തരാൻ എൻ്റെ കയ്യിൽ ഈ പൊന്നു മോനല്ലാതെ, എൻ്റെ ഈ മകനല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഫഖുദുഹു ഫൽയഖ്ദിംക മാ ശിഅ്ത. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഈ കുട്ടി നിങ്ങൾ എടുത്തോളി. ആ കുട്ടി നിങ്ങൾക്ക് സേവനം ചെയ്യട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലം എത്രയാണോ അത്രയും. അങ്ങനെ പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലെ, ഹബീബിൻ്റെ വീട്ടിലെ കൂട്ടിലെ എല്ലാമായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ദീർഘകാലം, ദശവർഷക്കണക്കിന് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ലോകത്തിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ അവിടുത്തെ രാവിലും പകലിലും കൂടെയുണ്ടായിരുന്ന, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു വലിയ സ്വഹാബിയാണ് സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലമഹു അലൈഹി മിൻ അഹ്സനിൻ നാസി ഖുലുഖ വഅർഹബിഹിം സദ്റ വഔഫരിഹിം ഹനാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു, വലിയ വിശാലമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്നൊക്കെ പല ഹദീസുകളിലും തിരുദൂതരുടെ സ്വഭാവത്തെ സ്വന്തം വീട്ടിലെ പരിചാരകനായി, സേവകനായി മാറിയ മഹാനവറുകൾ പറഞ്ഞത് കാണാം. 10 കൊല്ലം സേവനം ചെയ്തിട്ട്, ചെറിയ കുട്ടിയല്ലേ, ഒരുപാട് ആ ഒരു പ്രായത്തിൻ്റെ സ്വഭാവം സ്വാഭാവികമായിരിക്കും. എന്നാൽ ഒരു പ്രാവശ്യം പോലും എന്തേ അനസേ നിങ്ങളിങ്ങനെ ചെയ്തത് എന്നോ, എന്തേ ചെയ്യാതിരുന്നത് എന്നോ മഹാനവറുകൾ പറഞ്ഞത് കാണാം. വല്ലാഹി ലഖദ് ഖദംതുഹു 10 സിനീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമാ ഖാല ലിശൈഇൻ സ്വനഅതുഹു ലിമ സ്വനഅതുഹു വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്തുഹു. ഞാൻ ചെയ്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് അത് ചെയ്തത് എന്നോ, അല്ലെങ്കിൽ എന്തേ നിങ്ങളത് ഒഴിവാക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാൽ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ എന്നോട് എൻ്റെ നേതാവ് ചോദിച്ചിട്ടില്ല. ഇതാണ് ഒരു ഖാദിമിനോടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഅഫത്തും റഹ്മത്തും. ഇരിക്കട്ടെ, അങ്ങനെ മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് എല്ലാവരുടെയും മുഖത്ത് ആ ഒരു മ്ലാനത, ആ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നു സ്വഹാബികളുടെ. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം മുത്തുനബി മദീനയിലേക്ക് വന്ന ദിവസമാണ്. എനിക്ക് ഏറ്റവും സങ്കടമുള്ള ദിവസം അവിടുന്ന് വഫാത്തായ ദിവസമാണ്. പക്ഷേ വഫാത്തായ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സ്വഹാബികളുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു ദുഃഖം കാണുന്നുണ്ട്. പക്ഷേ മഹാനവറുകളുടെ മുഖത്ത് നിന്ന് അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവിടുത്തെ മനാമിൽ കാണാറുണ്ട്. അത്രയും ആത്മബന്ധം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നിലനിർത്തിയ വലിയ സ്വഹാബി. മഹാനവറുകൾ എത്ര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും, എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, അവിടുന്ന് ഖാദിമു റസൂലില്ല എന്ന പേരിൽ ആണ് മഹാനവറുകൾക്ക് കൂടുതൽ താല്പര്യം. നാളെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനവിടെ ഉണ്ടാവും,
എന്നിട്ട് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം മഹാൻ പറയാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് ഇന്നി ഹുവൈദിമുക ഉനൈസ്, നബിയെ ഞാൻ അങ്ങയുടെ എളിയ സേവകനാകുന്ന കുഞ്ഞു അനസാണ് നബിയെ എന്ന് ഞാൻ പറയും. ആ പരലോകത്ത് വെച്ച് പ്രവാചകരുടെ കോന്തല പിടിച്ച് രക്ഷപ്പെടാനുള്ള മാർഗമായി മഹാനവറുകൾ അഭിമാനമായി പറയുന്നത് അവിടുത്തെ ഖിദ്മയാണ്, സേവനമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 80 ചില്ലാനും കൊല്ലം മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. സമ്പത്തിലും സന്താനങ്ങളിലും അതുപോലെ ആയുസ്സിലുമൊക്കെ വലിയ ബറക്കത്തുള്ള ആളായിരുന്നു. അതിൻ്റെ കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ർസുഖ്ഹു മാലമ വലദ വബാരിക് ലഹു. അല്ലാഹുവേ അനസതങ്ങൾക്ക് സമ്പത്ത് കൊടുക്കണേ, മക്കളെ കൊടുക്കണേ, അത് മാത്രം പോരാ, അതിൽ ബർക്കത്തും ചെയ്യണേ. ആ ഒരു പ്രാർത്ഥന നന്നായി ഫലിച്ചു. അത്രയും ദീർഘായുസ്. മാത്രമല്ല മഹാനവറുകൾക്ക് 100 ചില്ലാനം മക്കള് മഹാനവറുകൾക്കുണ്ടായിരുന്നു. 150ഓളം മക്കള് പേരമക്കളായിട്ട്. മാത്രമല്ല 1 നൂറ്റാണ്ട് തികച്ചും മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. 100 ചില്ലാനം വയസ്സ് മഹാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നി ല അർജു അൻ അൽഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൽ ഖിയാമ ഫഅഖൂല ലഹു. നാളെ ഖിയാമത്ത് നാളിൽ മുത്തുനബിയെ കണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യാ റസൂലല്ലാഹ് ഹാദാ ഹുവൈദിമുക ഉനൈസ് എന്നാണ്. അങ്ങനെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകൾ മരണാസന്നനായി കിടന്നപ്പോൾ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിത്തരൂ. തൽഖീൻ മഹാനവറുകൾക്ക് ആവശ്യപ്പെടുകയും അങ്ങനെ മരണം വരെ മഹാനവറുകൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുത്തുനബിയുടെ ചെറിയ ഒരു വടി മഹാനവറുകളെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ മഹാനവറുകൾ വസിയത്ത് ചെയ്തു, ആ ഒരു വടി തൻ്റെ കൂടെ ബർക്കത്തിന് വേണ്ടി, കാവലിന് വേണ്ടി വെക്കണമെന്ന്. അങ്ങനെ മഹാനവറുകളുടെ ഖമീസിൻ്റെയും മഹാനവറുകളുടെയും ഇടയിൽ അത് വെക്കപ്പെട്ടു എന്ന് ചരിത്രത്തിലുണ്ട്. അപ്പോൾ ധാരാളം നന്മകൾ ഒരുമിച്ച് കൂട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത ഖാദിമു റസൂലില്ല എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനവറുകൾ അവിടെ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അല്ലാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ ചരിത്ര ശകലങ്ങൾ സൂറത്തുൻ മിൻ ഹയാത്തി സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. വേറെയും ധാരാളം ചരിത്രത്തിൻ്റെയും ഹദീസിൻ്റെയും ഗ്രന്ഥത്തിൽ നിന്ന് ഇവകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലേക്ക് നമുക്ക് നോക്കാം. ഈ ഹദീസിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഉഖുവത്തുൽ ഈമാനാണ്. ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും സാഹോദര്യം. മുസ്ലിമീങ്ങൾ പരസ്പരം എങ്ങനെ ആയിരിക്കണം എന്ന് ഈ ഒരു ചെറിയ ഹദീസിലൂടെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഈമാൻ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ ഈ ഹദീസ് എമ്പാടുമാണ്. നമ്മുടെ ഈമാൻ പരിപൂർണമാണോ അല്ലയോ എന്ന് ഈ ഹദീസ് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഖാല ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾ മുഅ്മിനാവുകയില്ല. അതായത് മുഅ്മിനുൻ കാമിൽ, പരിപൂർണ വിശ്വാസിയാവുകയില്ല. അയാൾ നിസ്കരിക്കുന്നുണ്ടാവാം, നോമ്പെടുക്കുന്നുണ്ടാവാം, ഹജ്ജ് ചെയ്യുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷേ അയാളെ ഈമാൻ കാമിലാവൂല. ഹത്താ യുഹിബ്ബ, അയാൾ ഇഷ്ടപ്പെടുന്നത് വരെ, ലി അഖീഹി, തൻ്റെ സഹോദരനിക്ക്,
എന്ത്? മാ യുഹിബ്ബു, അയാൾ ഇഷ്ടപ്പെടുന്ന ഒന്ന്, ലി നഫ്സിഹി, തൻ്റെ നഫ്സിനിക്ക്, സ്വന്തത്തിനിക്ക്. അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഹലാലായ ഖൈറായ ഏത് കാര്യവും അതൊരു പക്ഷേ ഇബാദത്ത് ചെയ്യലായിരിക്കാം, അറിവ് നേടലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, എന്തുമാവട്ടെ, തനിക്ക് ലഭിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തൻ്റെ സഹോദരനും കിട്ടണമെന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ നോക്കൂ, ഈ ഒരു അവസ്ഥ സംജാതമായാൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കളിയാടും, നമ്മുടെ നാട്ടിൽ സന്തോഷം നിലനിൽക്കും. അപ്പോൾ നമ്മേക്കാൾ ഒരാൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുമ്പോൾ, നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സംഗതി അല്ലാഹു തആല അയാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ അസൂയ തോന്നാൻ പാടില്ല, കുയിന്ത് നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അള്ളാഹുവാണ്. തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അധികാരമായാലും സ്ഥാനമായാലും എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, പാടില്ല. പ്രത്യേകിച്ച് ആത്മീയമായ കാര്യത്തിൽ ഒരാൾ കൂടുതൽ അറിവ് നേടുന്നു, അദ്ദേഹത്തോട് നമുക്ക് മനസ്സിൽ എന്തോ ഒരു അകൽച്ച ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഒരാൾ കൂടുതലായി ഇബാദത്ത് ചെയ്യുന്നു, കാരണം അത് അദ്ദേഹം അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ താഴ്ന്നു പോകട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിനെ വല്ലാതെ ബാധിക്കും ആ കാര്യം. മുആദ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ ഏതാണെന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുക. വ തക്റഹ ലഹും മാ തക്റഹു ലിനഫ്സിക്. നിങ്ങൾക്ക് വരരുത് എന്ന് നിങ്ങൾ വെറുക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങളുടെ സഹോദരനും ഉണ്ടാകുന്നത് നിങ്ങൾ വെറുക്കുക. അപ്പോൾ നമ്മുടെ ബിസിനസ് അതൊരു നല്ല ബിസിനസ് ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സഹോദരൻ്റെ ബിസിനസ്സും അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമുക്ക് പ്രയാസം വരാനോ രോഗം വരാനോ നമ്മൾ ആഗ്രഹിക്കില്ല, നമുക്കത് താല്പര്യമില്ല. നമ്മുടെ അയൽവാസിക്കും അങ്ങനെ തന്നെ, അവർക്കൊരു പ്രയാസം വരുന്നത് നമുക്ക് അത് വെറുപ്പായിരിക്കണം, നമുക്കതിനോട് താല്പര്യം വരാൻ പാടില്ല. ഈ ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ നല്ല മുഅ്മിനായിരിക്കും, പരിപൂർണ ഈമാനുള്ളവർ ആയിരിക്കും. എത്രത്തോളം ഈ പറഞ്ഞത് മറ്റൊരാൾക്ക് ഖൈറ് വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് മുഅ്മിനിന് മാത്രമല്ല, മറ്റൊരാൾക്ക് ഷർറ് വരുന്നത് നമുക്കത് വെറുപ്പ് വേണം. കാരണം നമുക്ക് ഷർറ് വരുന്നത് നമുക്ക് വെറുപ്പാണല്ലോ. എന്നതുപോലെ അത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് പോലും ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഒരു കാഫിറിന് നമ്മൾ അയാൾ മുസ്ലിമാകണമെന്ന് നമുക്ക് താല്പര്യം വേണം, അയാൾ മുഅ്മിനാവണം, അയാൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടണം, അയാളും സ്വർഗത്തിലെത്തണം എന്നാണ് നമ്മൾ താല്പര്യം കാണിക്കേണ്ടത്. അതുപോലെ ഒരു കാഫിറായ അയാൾ ആ കുഫറിൽ ഇങ്ങനെ നിൽക്കുക, ഫാസിഖായി ജീവിക്കുക, അത് നമുക്ക് വെറുപ്പാണല്ലോ. കുഫർ നമുക്ക് വെറുപ്പാണല്ലോ, ഫിസ്ക് എന്നതുപോലെ നമ്മൾ അദ്ദേഹത്തിനും അങ്ങനെ വരാതിരിക്കാൻ, ആ കുഫറിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം, അത് നമ്മൾ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് വിശാല മനസ്സുള്ള ആളുകളായി മാറുന്നത്.
ഇതിൻ്റെ അർത്ഥം നമുക്ക് വലിയ നേട്ടം, പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത് എന്നല്ല. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടേണ്ടത് എനിക്കാണ് എന്ന് ആഗ്രഹിച്ചാൽ അത് പിന്നെ വേറെ കിട്ടില്ലല്ലോ. ഏറ്റവും അധികം മാർക്ക്, ഫസ്റ്റ് റാങ്ക്, അത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരാൾക്ക് കിട്ടരുത് എന്നില്ല. ലാസിമുൽ മദ്ഹബി ലൈസ ബി മദ്ഹബി. സ്വാഭാവികമായും ഒരു മത്സരം നടക്കുമ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രേഡ് എങ്കിൽ അതിൻ്റെ താഴെയായിരിക്കും മറ്റൊരാളുണ്ടാവുക. അത് ഈ പറഞ്ഞ കമാലിയത്തിനെതിരല്ല. അങ്ങനെ മത്സരിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒഫി ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ മത്സരിക്കട്ടെ എന്ന്. നല്ല കാര്യങ്ങൾ മത്സരിക്കാം. വസാബിഖൂന ഫിൽ ഖൈറാത്ത്. നന്മയിൽ മത്സരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ നല്ല കാര്യങ്ങളിൽ കൂടുതൽ മാർക്ക് കിട്ടാനും കൂടുതൽ ഇബാദത്ത് ചെയ്യാനും കൂടുതൽ സ്വതക്ക ചെയ്യാനും ഇങ്ങനെ സ്വഹാബികളൊക്കെ മത്സരിച്ചതുപോലെ നമുക്കും മത്സരിക്കാം. അതിൻ്റെ താല്പര്യം മറ്റൊരാൾ താഴ്ന്നു പോകണമെന്നല്ല. ആത്മീയമായും എല്ലാ നിലക്കും നമ്മൾ മുന്നിലെത്തണമെന്ന, അള്ളാഹു നമുക്കത് ചെയ്തു തരണമെന്ന ഒരു വലിയ താല്പര്യവും ആഗ്രഹവുമാണ്. അത് ഈമാനിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതല്ല. മറ്റൊരാൾക്കുള്ളത് നീങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വേറൊരാൾക്ക് ഒന്നും കിട്ടരുത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത് അവന് കിട്ടരുത് എന്ന ഒരു താല്പര്യം, അത് ഹഖദിൽ നിന്ന്, മനസ്സിൻ്റെ ഉള്ളിലെ ചൊറിച്ചിലിൽ നിന്ന്, കൊയ്ന്തിൽ നിന്ന്, കുശുമ്പിൽ നിന്ന് വരുന്നതാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് നീങ്ങിപ്പോകുമ്പോൾ, അവൻ്റെ ഒരു ബിസിനസ് പൊട്ടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൃഷി മഴ വന്ന് നശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം, ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അസൂയ. ഒരു മുഅ്മിനായ മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ നീങ്ങിപ്പോകുമ്പോൾ, നിഅമത്ത് നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം വരാൻ പാടില്ല. അതൊക്കെ ഹൃദയ വിശാലതയ്ക്ക് എതിരാണ്, ഈമാനിന് എതിരാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനും തനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു തആല മക്കളെ തന്നു, അതുപോലെ ജോലി തന്നു, സമ്പത്ത് തന്നു, സൗകര്യങ്ങൾ തന്നു, ഇതൊക്കെ എൻ്റെ അയൽവാസിക്കും എൻ്റെ കൂട്ടുകാരനും ചിന്തിക്കണമെന്ന് പറയുന്നത് അത് വിശാലമായ മനസ്സിൻ്റെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശാലതയുടെ ഒരു ലോകമാണത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് മാനവികതയെ വിളിച്ചോതുന്ന വിശാല അർത്ഥമുള്ള ഒരു സുന്ദരമായ ഹദീസാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാഹു തആല ഈ ഹദീസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ മഹബത്തും മവദ്ദത്തും ലുത്ഫും റഅഫത്തും ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.